അപ്പോൾ നമ്മുടെ ഇന്ത്യൻ റെയിൽവേയിൽ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ കൂടി വന്നിട്ടുണ്ട്. ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്കാണ് അസിസ്റ്റൻറ്റ് മാനേജർ പോസ്റ്റിലേക്ക് നിലവിൽ നോട്ടിഫിക്കേഷൻ ക്ഷണിച്ചിരിക്കുന്നത്. നമുക്ക് നോട്ടിഫിക്കേഷൻ്റെ മറ്റു വിവരത്തിലോട്ട് കടക്കാം. നോട്ടിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത് 4/4/2026 അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി 1/5/2026. എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്ന ഡേറ്റ് പറയുന്നത് ജൂൺ മാസം 2026. പോസ്റ്റ് ഡീറ്റെയിലോട്ട് കടക്കാം. അസിസ്റ്റൻറ്റ് പോസ്റ്റിലേക്ക് പറയുന്ന വേക്കൻസി 16 വേക്കൻസിയാണ്. അതിൽ URന് 6 വേക്കൻസി, SCക്ക് 2 വേക്കൻസി, STക്ക് 2 വേക്കൻസി, OBC NCL 4 വേക്കൻസി, EWLസിന് 2 വേക്കൻസി. പറയുന്ന സാലറി 21,000 രൂപ മുതൽ 74,000 രൂപ വരെയാണ്. അപ്ലൈ ചെയ്യാൻ ഏജ് ലിമിറ്റ് 18 മുതൽ 30 വയസ്സ് വരെയാണ്. ക്വാളിഫിക്കേഷൻ പറയുന്നത് ഒരു അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നോ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നോ 3 വർഷത്തെ റെഗുലർ ബാച്ചിലർ ഡിഗ്രി ഉണ്ടായിരിക്കണം. അത് കൊമേഴ്സിലായിരിക്കണം. കൂടാതെ 60 മാർക്കിൽ കുറയാനും 60% മാർക്കിൽ കുറയാനും പാടില്ല. അതുകൂടാതെ തന്നെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്നോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്നോ ഒരു ഇൻ്റർമീഡിയറ്റ് എക്സാമിനേഷൻ പാസ്സാവുകയും വേണം. ഇനി അടുത്ത് നമുക്ക് അസിസ്റ്റൻറ്റ് മാനേജർ പോസ്റ്റിലേക്ക് പോകാം. നിലവിൽ 7 വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിൽ URന് 2 വേക്കൻസി, STക്ക് 1 വേക്കൻസി, SCക്ക് 1 വേക്കൻസി, OBC NCLന് 2 വേക്കൻസി, EWLസിന് 1 വേക്കൻസിയാണ് പറയുന്നത്. ഇതിൽ പറയുന്ന സാലറി 40,000 രൂപ മുതൽ 1,40,000 രൂപ വരെയാണ്. അപ്ലൈ ചെയ്യാനുള്ള പ്രായപരിധി 18 വയസ്സ് 30 വയസ്സാണ് പറയുന്നത്. ക്വാളിഫിക്കേഷൻ 3 ഇയർ ബാച്ചിലർ ഡിഗ്രി ഇൻ കൊമേഴ്സ് ആണ്. ഒരു അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നോ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ആയിരിക്കണം. പിന്നെ 60% കുറയാൻ പാടില്ല മാർക്ക്. മാത്രമല്ല ഇന്ത്യൻ ചാർട്ടേഡ് അക്കൗണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്നോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്നോ CA ക്വാളിഫൈഡ് ആയിരിക്കണമെന്നും എടുത്തു പറയുന്നു. ഈ പറഞ്ഞ ഏജിൽ റിലാക്സേഷൻ ഉണ്ട്. അത് SC/ST കാൻഡിഡേറ്റിന് 5 വർഷത്തെയും OBC NCL കാൻഡിഡേറ്റിന് 3 വർഷത്തെയും ഏജ് റിലാക്സേഷൻ കൊടുക്കുന്നതാണ്. കൂടാതെ PWBD കാൻഡിഡേറ്റിന് 10 വർഷത്തെ ഏജ് റിലാക്സേഷൻ പറയുന്നതാണ്. അസിസ്റ്റൻറ്റ് പോസ്റ്റിലേക്ക് CTC അതായത് വർഷം 8 ലക്ഷം രൂപ ലഭിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് മാനേജറിലേക്ക് വർഷം 16 ലക്ഷം രൂപയാണ് ലഭിക്കാൻ സാധ്യത. ഇനി നമുക്ക് സെലക്ഷൻ പ്രോസസ്സ് നോക്കാം. അസിസ്റ്റൻറ്റ് പോസ്റ്റിലേക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടാവും, ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ഉണ്ടാവും, ഒരു മെഡിക്കൽ ടെസ്റ്റ് ഉണ്ടാവും. അസിസ്റ്റൻറ്റ് മാനേജർ പോസ്റ്റിലേക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടാവും, ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ഉണ്ടാവും, കൂടാതെ ഇൻ്റർവ്യൂ ഉണ്ടാവും. അതിനുശേഷമായിരിക്കും മെഡിക്കൽ ടെസ്റ്റ് വരുന്നത്. സെലക്ഷൻ മെയിൻലി സ്ട്രിക്ട്ലി മെറിറ്റ് ബേസ്ഡ് ആയിരിക്കും നടക്കുന്നത്. മെറിറ്റ് ബേസ്ഡ് ആയിരിക്കും അവിടെ സെലക്ഷൻ വരുന്നത്. ഓക്കെ, അപേക്ഷ സമർപ്പിക്കേണ്ടത് ഈ പറയുന്ന www.irfc.com.in ഇതിലേക്ക് നമ്മൾ കറക്റ്റ് ഡീറ്റെയിൽസും എല്ലാം ഫില്ല് ചെയ്ത് കൊടുത്ത് അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. ഇനി അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടി വരുന്ന ഫീസ് എങ്ങനെയെന്ന് നോക്കാം. ഈ പറയുന്ന അസിസ്റ്റൻറ്റ് പോസ്റ്റിലേക്കും അസിസ്റ്റൻറ്റ് മാനേജർ പോസ്റ്റിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ 500 രൂപയാണ് ഫീസായിട്ട് ചോദിക്കുന്നത്. ഇവിടെ SC, ST, PWBD, എക്സ് സർവീസ്മാൻ, ട്രാൻസ്ജെൻഡർ കാൻഡിഡേറ്റിന് ഈ ഫീസ് കൊടുക്കേണ്ട ആവശ്യമില്ല. മാത്രമല്ല ഒന്നിൽ കൂടുതൽ പോസ്റ്റിന് അപ്ലൈ ചെയ്യുന്നെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ഫീസ് അടയ്ക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് എക്സാമിനേഷൻ മോഡ് എങ്ങനെയെന്ന് നോക്കാം. 90 മിനിറ്റുള്ള എക്സാമാണ്. 100 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനാണ്. ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്ക് വെച്ചാണ് ലഭിക്കുന്നത്. ഓരോ തെറ്റുത്തരത്തിനും 1/4 മാർക്ക് എന്ത് ചെയ്യും, റെഡ്യൂസ് ചെയ്യുകയും ചെയ്യും. UR EWSനൊക്കെ ക്വാളിഫൈ മാർക്ക് 40% ആണ്. SC OBC NCL 30%, STക്ക് 25% ക്വാളിഫൈ മാർക്കായിട്ട് പറയുന്നത്. ഇനി എക്സാമിനേഷൻ സെൻറ്റർ വന്നിട്ട് ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ ഈ ഭാഗങ്ങളിലായിരിക്കും നമുക്ക് എക്സാമിനേഷൻ സെൻറ്റർ വരിക. ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ മതിയായ ക്വാളിഫിക്കേഷൻ ഉള്ള ഉദ്യോഗാർത്ഥികൾ എത്രയും പെട്ടെന്ന് ലാസ്റ്റ് ഡേറ്റിന് മുമ്പായി തന്നെ ഒഫീഷ്യൽ വെബ്സൈറ്റ് മുഖേന അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. ഈ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഇതുപോലെ ഡെയിലി ജോബ് അപ്ഡേറ്റ് ലഭിക്കാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ലൈക്ക് അടിച്ച് നിങ്ങളുടെ സപ്പോർട്ടും കൂടെ ഒന്ന് അറിയിക്കുക. താങ്ക്